ജിജോ ജോസഫ്, ശബരി റെയിൽവേ ആക്ഷൻ കൗൺസിൽ. ശ്രീ ജിജോ, നിങ്ങളൊക്കെ വർഷങ്ങളായി ഈ പദ്ധതിക്ക് പിന്നിൽ അതിൻ്റെ ഓരോ ഘട്ടത്തിലെ സർക്കാരിൻ്റെ ഇടപെടലുകളിലൊക്കെ പ്രതീക്ഷയോടെ നോക്കുന്നതാണ്. കാലങ്ങളായുള്ള റെയിൽവേ ബഡ്ജറ്റുകളെ നമ്മൾ പ്രതീക്ഷകളോടെ കണ്ടതാണ്. ശബരി റെയിൽവേക്കുള്ള നീക്കിയിരിപ്പില്ലെന്ന് കണ്ടപ്പോൾ നമ്മൾ പ്രതിഷേധിച്ചിട്ടുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഇതിന് ഒരു വഴി തെളിയുന്നു എന്ന് തോന്നിയ ഘട്ടത്തിലാണ് വീണ്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അഭിപ്രായ ഭിന്നതയിൽ ഇത് പെട്ടുപോകുന്നത്. നമുക്ക് നഷ്ടപ്പെടുന്നത് ഒരു വികസന പദ്ധതി, അതിനുമപ്പുറം ഇതുവരെ ചെലവഴിച്ച കോടികൾക്ക് ആര് കണക്ക് പറയുമെന്ന ചോദ്യം കൂടിയുണ്ട്. നിങ്ങൾക്കൊക്കെ പ്രതീക്ഷയുണ്ടോ ഇനി ഇത് മുന്നോട്ട് പോകുമെന്ന്? തീർച്ചയായിട്ടും കേരളം വളരെ ദീർഘനാളായി കാത്തിരിക്കുന്ന ഒരു പദ്ധതിയാണ്. ഈ പദ്ധതി നടപ്പാക്കിയാൽ മാത്രമേ നമ്മുടെ കേരളത്തില് മൂന്നാമത്തെ ഒരു റെയിൽവേ കോറിഡോർ യാഥാർത്ഥ്യമാകുകയുള്ളൂ. ഒട്ടനവധി നഗരങ്ങൾക്ക് 14 റെയിൽവേ സ്റ്റേഷനുകളാണ് ഇപ്പൊ ആദ്യഘട്ടത്തില് എരുമേലി വരെ ലഭ്യമാക്കാനായിട്ട് ഈ പദ്ധതിയിലൂടെ സാധിക്കുന്നത്. അതുകൂടാതെ നമ്മുടെ ഫ്ലൈവുഡും കയറ്റുമതി ചെയ്യുന്നതിന്, ഫ്ലൈവുഡ് നമുക്കറിയാം റബ്ബർ തടി സംസ്കരിച്ച് ഫ്ലൈവുഡ് കയറ്റുമതി ചെയ്യുന്ന 540 വ്യവസായ യൂണിറ്റുകൾ പെരുമ്പാവൂര് കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവര് ഏതാണ്ട് 500 ട്രക്ക് ഫ്ലൈവുഡ് ദിവസവും പെരുമ്പാവൂരിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പൈനാപ്പിൾ, നമുക്കറിയാം മധ്യ കേരളത്തിലെ റബ്ബർ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ പുനർകൃഷി ചെയ്യുമ്പോൾ പൈനാപ്പിൾ ഇടവളി ഏൽപ്പിച്ച് കൃഷി ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 250 ട്രക്ക് പൈനാപ്പിൾ പെർ ഡേ. ജിജോ, ഇത് ഇക്കാര്യത്തിൽ തർക്കമില്ല, ആർക്കും തർക്കമില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മുടെ മലയോര മേഖലയുടെയൊക്കെ വികസനത്തിന് വലിയ സാധ്യത തുറക്കുന്ന പദ്ധതിയാണ്. പക്ഷേ ഇപ്പോഴത്തെ തർക്ക വിഷയം ഇത് സിംഗിൾ ലൈൻ വേണോ ഡബിൾ ലൈനോ വേണോ എന്ന ചോദ്യമാണ്. ഇവിടെ സിംഗിൾ ലൈനുമായി തൽക്കാലം മുന്നോട്ട് പോകണം എന്നതാണ് സ്റ്റേറ്റിന്റെ സ്റ്റാൻഡ്. എന്നാൽ ഡബിൾ ലൈൻ പരിഗണിക്കാമെന്നത് കേന്ദ്രവും നിലപാടെടുക്കുന്നു. ഈ ചെലവേറും എന്നതാണ് സംസ്ഥാനത്തെ പിന്നോട്ട് അടുപ്പിക്കുന്നതിന് ഒരു കാരണം എന്ന് കരുതാം. നിങ്ങളുടെ നിലപാട് എന്താണ്? ഈ പദ്ധതി ഇനി ആലോചിക്കുമ്പോൾ അത് ഡബിൾ ലൈൻ എന്ന ആലോചനകളിലേക്ക് തന്നെ പോകണോ അതോ തൽക്കാലം സിംഗിൾ ലൈനുമായി മുന്നോട്ട് പോകണം? എന്താ നിങ്ങളുടെ കാഴ്ചപ്പാട്? സിംഗിൾ ലൈൻ തന്നെയാണ് ഇതിന്റെ തുടക്കത്തിൽ നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ട് ഓൾറെഡി 70 കിലോമീറ്ററോളം കല്ലിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പം ഇനിയും ഇത് ഡബിൾ ലൈൻ ആക്കാനായിട്ടുള്ള സർവേ നടത്താൻ പോയി കഴിഞ്ഞാൽ ഈ പദ്ധതി വീണ്ടും വൈകിയേ ഉള്ളൂ. നിലവിലുള്ള 3810 കോടി രൂപയുടെ എസ്റ്റിമേറ്റുമായിട്ട് മുമ്പോട്ട് പോയി ആ പദ്ധതി നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് ശേഷം നമുക്ക് ഡബിൾ ലൈന്, കാരണം സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും ഒക്കെ നിലവിൽ റെയിൽവേ ലൈനുകളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് സിംഗിൾ ലൈനാണ്. അതിനുശേഷം അത് തിരക്കേറി കഴിയുമ്പോഴാണ് അത് ഡബിൾ ലൈനിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഈ ഡബിൾ ലൈൻ വേണമെന്ന് പറയുന്നത് ഈ പദ്ധതി ഏതെങ്കിലും തരത്തിൽ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട്, ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആക്ഷൻ കൗൺസിൽ വിചാരിക്കുന്നത്. ഓക്കെ, ഒരു കാര്യം കൂടി, ഇതിപ്പോൾ അങ്കമാലിയിൽ നിന്ന് വേണ്ട, മറിച്ച് ചെങ്ങന്നൂരിൽ നിന്ന് ശബരിമലയ്ക്ക് ഒരു പാത പോരെ എന്നൊരു നിർദ്ദേശം കൂടി വന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിൽ അതുകൂടി ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. താരതമ്യേന ചെലവ് കുറഞ്ഞ പദ്ധതിയാണ്. ഒരുപക്ഷെ ശബരിമല തീർത്ഥാടകരെ മാത്രം ലക്ഷ്യം വയ്ക്കുന്നതാവാം ആ പദ്ധതി. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ശബരി റെയിൽവേ എന്ന ചോദ്യം ആദ്യം ഉയർന്നപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള മലയോര മേഖലയുടെ വികസനം അടക്കമുള്ള വലിയ സാധ്യതകൾ അതുകൂടി ഇല്ലാതാവുകയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളാരും ഈ ചെങ്ങന്നൂർ പാതയെ അനുകൂലിക്കുന്നില്ല, അങ്ങനെയാണോ? അതെ, തീർച്ചയായിട്ടും. കാരണം ചെങ്ങന്നൂർ പമ്പ എന്ന് പറയുന്ന പദ്ധതി വർഷത്തിൽ 2 മാസം മാത്രം പ്രവർത്തിക്കുന്ന ഒരു പദ്ധതിയാണ്. അത് ശബരിമല തീർത്ഥാടകർക്ക് മാത്രമേ പ്രയോജനപ്പെടാനായിട്ട് സാധ്യതയുള്ളൂ. അതേസമയം നമ്മുടെ അങ്കമാലിയിൽ നിന്ന് എരുമേലി വരെ ഉള്ള പദ്ധതി അത് വീണ്ടും നമുക്ക് പുനലൂരിലേക്കും അതുപോലെ തന്നെ വിഴിഞ്ഞത്തേക്കും സംസ്ഥാന തലസ്ഥാനത്തേക്കും ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് കേരളത്തിന്റെ ഒരു മൂന്നാമത്തെ റെയിൽ കോറിഡോർ സാധ്യമാക്കുന്ന പദ്ധതിയാണ്. വർഷം മുഴുവൻ പ്രവർത്തിപ്പിക്കാവുന്ന പദ്ധതിയാണ്. തികച്ചും ലാഭകരമായ ഒരു പദ്ധതിയായിരിക്കും. ഒരു കാര്യം, 2 വിഷയങ്ങളിലാണ് ഇപ്പോൾ ഇതിൽ ഉടക്ക് വീണ് നിൽക്കുന്നത്. ഒന്ന്, ഡബിൾ ലൈൻ വേണോ സിംഗിൾ ലൈൻ വേണോ, അതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ തർക്കം. മറ്റൊന്ന്, കേന്ദ്രവും സംസ്ഥാനവും ഈക്വലായി പണം ഇക്കാര്യത്തിൽ ചെലവഴിക്കാമെന്ന ധാരണയുണ്ട്. പക്ഷേ കേരളം ചെലവഴിക്കുന്ന പണത്തിന് അത് കിഫ്ബി വഴി ചെലവഴിക്കും, അത് നമ്മുടെ വായ്പാ പരിധിയിൽ നിന്ന് കുറച്ചു കൊടുക്കണം. ഇതാണ് നമ്മുടെ വാദം. അപ്പോൾ കേരളത്തിന് അത്തരമൊരു വിട്ടുവീഴ്ച ചെയ്ത് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ അനുമതി നൽകണം. അതൊക്കെയാണോ നിങ്ങൾക്കും മുന്നോട്ട് വെക്കാനുള്ളത്? തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ ഈ ശബരി റെയിൽവേയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യണം. പക്ഷേ ഈ സംസ്ഥാന സർക്കാർ പറയുന്ന വായ്പാ പരിധി ഉയർത്തുക എന്ന വിഷയം ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഇരിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാർ തമ്മിൽ കേസ് നടത്തുകയാണ്. ആ സമയത്ത് കേന്ദ്ര ഗവൺമെന്റുമായിട്ട് വായ്പാ പരിധി ഉയർത്തുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് പറയുന്നതിനകത്ത് യാതൊരു അടിസ്ഥാനമുണ്ടെന്ന് ആക്ഷൻ കൗൺസിൽ വിചാരിക്കുന്നില്ല. അതായത് കേന്ദ്രവും സംസ്ഥാനവും തങ്ങളുടെ നിലപാടുകളിൽ അല്പം വിട്ടുവീഴ്ച വരുത്തണമെന്നതാണ് ഈ പദ്ധതിയുടെ തുടർ സാധ്യതയിലേക്കുള്ള പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വളരെ നന്ദി ജിജോ പ്രതികരിച്ചത്. ഡാനി, നമ്മൾ